എത്ര പേർക്കറിയാം കണ്ണൂർ വാൻ ലൈഫ് സ്റ്റേ അവൈലബിൾ ആണെന്നുള്ളത്? അപ്പം ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുന്നത് കണ്ണൂരിലെ വാൻ ലൈഫ് സ്റ്റേ ഉള്ള റിസോർട്ടാണ്. അപ്പം നമുക്ക് ഈ റിസോർട്ടിൽ വരുവാണെങ്കിൽ നമുക്ക് വാൻ ലൈഫ് സ്റ്റേ വേണമെങ്കിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. പല ആൾക്കാരും ഇപ്പോൾ വാൻ ലൈഫ് ട്രാവലിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു വേർഷൻ എക്സ്പീരിയൻസ് നമുക്ക് വാൻ ലൈഫ് സ്റ്റേ ഒരു റിസോർട്ട് നമുക്ക് അവൈലബിൾ ആണ്. ആ റിസോർട്ട് നമ്മൾ ഹോളിസ്റ്റിക് എക്കോ റിസോർട്ട് പൈതൽമല. ഈ റിസോർട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് വാൻ ലൈഫ് സ്റ്റേ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. എന്ന് വെച്ചാൽ ഒരു ടെമ്പോ ട്രാവലിനുള്ളിൽ ഒരു സ്റ്റേയും അതിന് മുകളിൽ നമുക്കൊരു ടെൻ്റ് അടിക്കാനുള്ളൊരു ഓപ്ഷനും അതിൻ്റെ ട്രാവലിൻ്റെ മുകളിലെല്ലാം. അപ്പം നമുക്ക് ഇങ്ങനൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു സ്റ്റേ വേണ്ട ആൾക്കാർക്ക് എന്തായാലും ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ തന്നെയാണ് ഈ ഒരു വാൻ ലൈഫ് സ്റ്റേ. അപ്പം വെറൈറ്റി ആയിട്ടുള്ള സ്റ്റേയും കാര്യങ്ങളൊക്കെ നോക്കുന്ന ആൾക്കാർക്ക് ഹോളിസ്റ്റിക് എക്കോ റിസോർട്ട് എന്തായാലും കണ്ണൂരിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഒരു ഓപ്ഷനാണ്. നമുക്കിവിടെ ട്രീ ഹൗസ് അവൈലബിൾ ഉണ്ട്, അതുപോലെ ഫ്രെയിം ക്യാബിൻസ് ഉണ്ട്, അതിനോട് നോർമൽ റൂംസ് അവൈലബിൾ ആണ്. പിന്നെ വാട്ടർഫോൾസ് ട്രക്കിങ്, ഇൻഡോർ ആക്ടിവിറ്റീസ്, ഔട്ട്ഡോർ ഗെയിംസ്, റെസ്റ്റോറൻറ്റ്, അങ്ങനെ നാച്ചുറൽ പോണ്ട്, സ്വിമ്മിംഗ് പൂള് എല്ലാം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു കിടിലൻ ഒരു റിസോർട്ട് തന്നെയാണ് നമ്മുടെ ഈ ഹോളിസ്റ്റിക് എക്കോ റിസോർട്ട്. അപ്പം ആ വാൻ ലൈഫിൻ്റെ ഉള്ളിൽ ഉള്ള ഒരു വ്യൂ ആണിത്. ഇതാണ് നമുക്ക് കിട്ടുന്ന സ്പേസും കാര്യങ്ങളൊക്കെ. AC ഉണ്ട്. അപ്പം ഇവർ നേരത്തെ ഉള്ള സ്റ്റാഫ് പോയി കഴിഞ്ഞാൽ അവർ ക്ലീനിങ് ചെയ്യുന്ന തിരക്കിലാണ് അവരുള്ളത്. അപ്പം നമുക്ക് ഈ ഒരു റിസോർട്ട് നമ്മൾ സ്റ്റേ ചെയ്യാൻ വരുവാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു വാൻ ലൈഫ് സ്റ്റേ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഈ വാൻ ലൈഫിൻ്റെ മുകളിൽ നമുക്കൊരു ടെൻറ്റ് സ്റ്റേ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ഈ റിസോർട്ടിനെ പറ്റി പറയുവാണെങ്കിലും ഇവിടെ നമുക്ക് ടെൻറ്റ് സ്റ്റേസ് നമുക്ക് ഇവിടെ അവൈലബിൾ ഉണ്ട്. അതുപോലെ തന്നെ റൂംസ് അവൈലബിൾ ആണ്, വാൻ ലൈഫ് അവൈലബിൾ ആണ്, ട്രീ ഹൗസ് അവൈലബിൾ ആണ്. അപ്പോൾ ഏതൊരു ചോയ്സും അത് ഏതൊരു ടൈപ്പ് ബഡ്ജറ്റ് നോക്കുന്ന ആൾക്കാർക്കും ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് ഈ ഹോളിസ്റ്റിക് എക്കോ റിസോർട്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് നാച്ചുറൽ സ്വിമ്മിംഗ് പൂളും നാച്ചുറൽ വാട്ടർഫോൾസ്, സ്വിമ്മിംഗ് പൂൾ നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പം എന്തുകൊണ്ടും പിന്നെ അതുപോലെ തന്നെ ആയുർവേദിക് സ്പാ ഉണ്ട്, അവൈലബിൾ ആണ്. ആയുർവേദിക് റിട്രീറ്റ് സെൻ്ററാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഹോളിസ്റ്റിക് എക്കോ റിസോർട്ട്. അപ്പോൾ അതും നമുക്ക് അവൈലബിൾ ആണ്. അപ്പം ഒരു വെക്കേഷനൊക്കെ നോക്കുന്ന ആൾക്കാർക്ക് എന്തുകൊണ്ടും എല്ലാ തരത്തിലും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു റിസോർട്ട് തന്നെയാണ് ഈ ഹോളിസ്റ്റിക് എക്കോ റിസോർട്ട്. അതുപോലെ വാൻ ലൈഫ് വേണ്ടവർക്ക് അതൊരു എക്സ്പീരിയൻസ് ചെയ്യാം. ട്രീ ഹൗസ്, അങ്ങനെ ഏതരം ആൾക്കാർക്കും സാറ്റിസ്ഫൈ ആകുന്ന രീതിയിലുള്ള റിസോർട്ട് തന്നെയാണിത്. അപ്പം എന്തുകൊണ്ടും കണ്ണൂർ റിസോർട്ടും കാര്യങ്ങളും സ്റ്റേ ഒക്കെ പ്രിഫർ ചെയ്യുന്ന ആൾക്കാർക്ക് എന്തായാലും ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ തന്നെയാണ് നമ്മുടെ ഈ ഒരു ഹോളിസ്റ്റിക് എക്കോ റിസോർട്ട്. ലിവ് ക്ലോസ് ടു നേച്ചർ എന്നാണ് ഇവരൊരു ക്യാപ്ഷൻ തന്നെ കൊടുത്തിട്ടുള്ളത്. ഇതൊരു ട്രീ ഹൗസ് ആണ്. ഇതിൻ്റെ താഴെ സൈഡിലൊക്കെ സ്വിമ്മിംഗ് പൂൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പം എന്തുകൊണ്ടും കണ്ണൂർ നല്ലൊരു ഡിഫോറസ്റ്റേ ചൂസ് ചെയ്യുന്ന നോക്കുന്ന ആൾക്കാർക്കുള്ളൊരു വൺ ഓഫ് ദി ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് ഈ ഒരു ഹോളിസ്റ്റിക് എക്കോ റിസോർട്ട്. അപ്പം ഇത് നമ്മുടെ കണ്ണൂർ പൈതൽമലയിലാണ്. കണ്ണൂർ ഏകദേശം 60 കിലോമീറ്ററുണ്ട്. കണ്ണൂർ ആലക്കോടും വഴി നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റും, അല്ലെങ്കിൽ കണ്ണൂർ പരുക്കുറുമ്പ് വഴി നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റും. ഗൂഗിൾ 2-3 വഴികൾ നമുക്ക് കാണിച്ചു തരും. ഏതാണെങ്കിലും കുഴപ്പമില്ല, വണ്ടി നമ്മുടെ റിസോർട്ടിൽ എത്തുന്നതാണ്.